Hello guys, welcome to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ണിമോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സമയം ഒരു 6-6:30 ആയിട്ടുണ്ട്. ഉണ്ണിമോൾ ആവിയൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആവി പിടിക്കാൻ പോകുന്ന വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പിടിച്ചിട്ട് വന്ന് കുറച്ച് എനർജി കിട്ടിയതാണ് ഉണ്ണിമോൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് IP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെനിങ്ങാന്നോട്ട്. അപ്പം IP ഇറക്കുന്നത് ഇതുവഴിയാണ്. ഒത്തിരി കുഞ്ഞ് കരഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ കരഞ്ഞ് ബ്ലഡ് എടുക്കാൻ നേരത്ത് കരഞ്ഞ് അല്ലേ ഉണ്ണി? എനിക്ക് ഊവാവ് വണ്ണോ സാരമില്ല കേട്ടോ, കുഞ്ഞ് ക്ഷമിക്കണ്ട കേട്ടോ. ഇത്ര മണിക്കൂർ കൂടിയിരിക്കുമ്പോൾ വേണം പോയി ആവി പിടിക്കാൻ. രാത്രി 11 മണിക്ക് വെളുപ്പിന് 2:30 ഒക്കെയാണ് ആവി പിടിക്കാൻ വിളിക്കുന്നത്. അപ്പം കൂടെ പിടിക്കണം. ഓൾറെഡി ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആവി പിടിച്ചാണ്ടിരിക്കുന്നത്. മൂക്കടപ്പിട് വന്നാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ എണീക്കുന്നതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ണൊക്കെ ഒരുമാതിരി ഉറക്കവേ ഇല്ല. മാറിയും തിരിഞ്ഞ് എടുത്തെടുത്ത് ഞാൻ ഉറങ്ങുമ്പം ഉണ്ണിയണ്ണൻ നോക്കും, ഉണ്ണിയണ്ണൻ ഉറങ്ങുമ്പം ഞാൻ നോക്കും. അങ്ങനെയൊക്കെ പാവം ഉണ്ണിയണ്ണ ഒത്തിരി ഉണ്ണിമോളെ നോക്കി ഉറക്കൊഴിയൊക്കെ ചെയ്ത് അതിൻ്റെ ഉറക്കമൊക്കെ ആയി ഉറങ്ങി തീർക്കുന്നത്. ഉണ്ണിമോക്ക് മെഡിസിൻ കൊടുക്കണം. ഇവിടെ നിന്നുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം സിസ്റ്റേഴ്സ് അതായത് ടൈമിൽ വന്ന് കൊടുത്തോളും. പക്ഷെ നമുക്കൊക്കെ രാവിലെ എണീക്കുമ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് കൊടുക്കണം. ഇതാണ് അവൾ കഴിക്കുന്നത്. അപ്പം ഇത് ജനിച്ചപ്പം മുതലേ അവൾ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ജനിച്ച് അന്നേ ദിവസം മുതൽ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റാണ് ഇത്. 2.5 തൈറോയിഡ് ഇത് കൊടുക്കാവട്ടെ. ബാക്കി മരുന്നൊക്കെ സിസ്റ്റേഴ്സ് വന്ന് കൊടുക്കും. ഒരു ടാബ്ലറ്റ് രാവിലെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒന്നിന്റെ പകുതിയാ കൊടുക്കുന്നത്. 1.5 എടുത്തിട്ട് പൊടിച്ച് മുലപ്പാലിൽ മിക്സ് ചെയ്താക്കി കൊടുക്കുന്നു. മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് മരുന്ന് കൊടുക്കുന്ന ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. വയ്യ കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ആൾക്ക് സത്യത്തിൽ വയ്യ കേട്ടോ. ചിരിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇടത്തേക്ക് ക്യാമറയുടെ ചിരിക്ക് ട്രിബോളായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി വന്നു കേട്ടോ. ഈ ആൻറ്റിമാരൊക്കെ നല്ല കമ്പനിയാണ്. സമയം പോകുന്നത് അറിയത്തുമില്ല. രാവിലെയും വൈകിട്ടും എല്ലാം നല്ല വൃത്തിയാക്കി ഇടും കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോഴത്തേക്ക് ഉണ്ണിമോള് നല്ല ഉറക്കമായി കേട്ടോ. അങ്ങനെ ഉണ്ണിമോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ വേറൊരു ഉണ്ണിമോളായി ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ അവതാരത്തെ കാണാൻ പോകുന്നു. ഒന്ന് ചിരിക്കണേ എടേ. ഫോൺ കണ്ട എപ്പോഴും ചിരിക്കണേ അല്ലേ? ഒന്ന് ചിരിക്കടേ, പുതിയ ഉണ്ണിമോൾ ചിരിക്കടേ. ഓക്കെ, കണ്ണൊക്കെ എഴുതി കൊടുത്തു. മുഖത്ത് ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വയ്യേ കുഞ്ഞിന് വയ്യേ. ആയോ? സാധാരണ ഫോൺ കാണുമ്പോൾ അവൾ ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ തീരെ വയ്യ കുഞ്ഞാണ്, അതുകൊണ്ട് അവൾ ചിരിക്കാത്തേക്ക്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഉണ്ണിമോക്ക് എന്ത് പറ്റിയെന്ന്. ഉണ്ണിമോക്ക് ഞങ്ങളെ പുന്നലയിൽ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ പിന്നെ മരണ ദിവസവും അത് കഴിഞ്ഞിട്ട് കുറേ ദിവസവും നമ്മൾ പുന്നലയിലാണ് നിന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അവിടെ പനി വരുന്നത് ഇപ്പാപ്പനാണ് പനി വരുന്നത്. അപ്പം എവിടെ എടുക്കാനൊന്നും നിൽക്കത്തില്ലായിരുന്നു. പനി വന്നതിന് ശേഷം ഇപ്പം ഇവിടെ എടുത്തിട്ടൊന്നുമില്ല. പ്രതിരോധ ശേഷി ഉണ്ണിമോക്ക് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പാപ്പൻ്റെ പനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ വരുന്നത്. ഇപ്പാപ്പൻ്റെ പനി വന്ന് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. ആ വീട്ടിൽ വരും വരെ അവർക്ക് പനിയില്ലായിരുന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിന് പെട്ടെന്ന് പനിയായി. ഞങ്ങൾ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ച്, പിറ്റേന്ന് അവളെ ഡോക്ടറിനെയും കൊണ്ട് കാണിച്ച് വെളുപ്പിന്. അങ്ങനെ രാവിലെ അതെല്ലാം കൊണ്ട് കാണിച്ച് ഇവളെ പനിയങ്ങ് മാറി. ഇവളുടെ പനിയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയായി. എനിക്ക് 2 ദിവസം ഭയങ്കര പനിയായിരുന്നു. ഞാൻ അങ്ങനെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത്. അതപ്പം ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ പനിയങ്ങ് മാറി. അപ്പം ആ പനിയെല്ലാം മാറിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുന്നലയിൽ പോയിട്ടുണ്ടായിരുന്നു. പുന്നലയിൽ പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കര ചുമയും മൂക്കൊലിപ്പും. അങ്ങനെ ഞങ്ങൾ അന്ന് നൈറ്റ് ഫുള്ള് നോക്കി, ഭയങ്കര കരച്ചിലും. അങ്ങനെ പിറ്റേന്ന് രാവിലെ നോക്കി, കയ്യിൽ നിന്ന് മൂക്കി ഒഴിക്കുന്ന മരുന്നും കാര്യങ്ങളും എല്ലാം ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രാത്രി എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സ്കാനിങ്ങും ചെയ്ത് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് IP സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഉണ്ണിമോക്ക് കഫം നെഞ്ചിൽ കെട്ടി നിൽപ്പുണ്ട്. അതിപ്പോൾ ഇപ്പം കുറച്ചേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ന്യൂമോണിയ വരും. മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിമോക്ക് കഫം കെട്ടി നിൽക്കല്ലേ, അത് ന്യൂമോണിയ ആയി മാറും, അത് ശ്രദ്ധിക്കണമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ചുമയായപ്പോഴേ ഞങ്ങളിങ്ങ് കൊണ്ടുവന്നത്. വേറെ ഒരു
പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചുമയായ ടൈമിൽ ഞങ്ങളെ കൊണ്ടുവന്നു. അതെന്തായാലും ഭാഗ്യമായി. കൊണ്ടുവന്നപ്പോഴത്തേക്ക് കഫം കെട്ടിയിട്ടുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടും പിന്നെ വേറെ ന്യൂമോണിയ അങ്ങനത്തെ പോലെ രോഗങ്ങൾ വരാതിരിക്കാൻ IP തുടങ്ങണമെന്ന് പറഞ്ഞ് IP സ്റ്റാർട്ട് ചെയ്ത്. ഇവർക്ക് ആൻറ്റിവൈറൽ വീട്ടിൽ വെച്ച് ആ പനി വന്ന ടൈമിൽ ആൻറ്റിവൈറൽ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറഞ്ഞു ഇനി അതെടുക്കണ്ട, IP എടുത്തു തുടങ്ങാം, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ണിമോൾ ഹോസ്പിറ്റലിലായത്. കുഞ്ഞങ്ങ് ഒത്തിരി ക്ഷീണിച്ചു, കവളെല്ലാം പോയി, കുട്ടി ആഹാരം കഴിപ്പൊന്നുമില്ല, ഫുള്ള് കുഞ്ഞ് ക്ഷീണിച്ച്. അപ്പം അങ്ങനെയാണ് ഉണ്ണിമോൾ ഹോസ്പിറ്റലിലായത്. ഒത്തിരി പേര് അവളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴും ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും കൂടെ റിപ്ലൈ തന്ന് പറയാൻ പറ്റത്തില്ല, കമൻറ്റിൽ റിപ്ലൈ തരാൻ പറ്റത്തില്ല, എല്ലാം വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. അതാണ് ഉണ്ണിമോൾക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവളെ മൂക്ക് ചമ്മി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ശ്വാസം എടുക്കാൻ നോർമലി ബുദ്ധിമുട്ടാണ്. അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അപ്പം ഈ മൂക്കടപ്പൂടെ വന്നപ്പോൾ കുഞ്ഞിന് ഭയങ്കര ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയി. അപ്പം രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ആള് വന്നേക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. വന്നപ്പം ഇങ്ങനെയല്ല കോഴി ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന കൂട്ടായിരുന്നു ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം വന്നേക്കാട്ടി ഒത്തിരി വ്യത്യാസമുണ്ട് മൂക്കുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഉള്ള വ്യത്യാസങ്ങൾ എന്താ പറയുക, മെയിനായിട്ട് ഈ ഇഞ്ചക്ഷൻ IP ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുന്ന സമയത്ത് എടുത്ത 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഭയങ്കര ചില്ലാട്ടോ. പക്ഷെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ആ എടുത്ത 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞൊന്നും ഉറക്കവും മാണ്ടിരിപ്പും ഒക്കെ. ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വരുന്നതിന് മുമ്പ് ആൾ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, ആ ടൈമിൽ എഴുതി കൊടുത്തതാട്ടോ ഞാൻ. ഒത്തിരി ദിവസമായി എഴുതി കൊടുത്തിട്ട് കണ്ണൊക്കെ. ആ കണ്ണ് 2 കണ്ണ് കടലിൻ മറകത്ത്, അങ്ങനെയല്ലയോ? ആ കണ്ണ് 2 കണ്ണ്, ആ സുണ്ട് നല്ല സുണ്ട്. കണ്ണു കിട്ടുന്നോ? ഓ ദേഷ്യം വരുന്നോ? ഉവാവു കുത്തി വെച്ച് കാണിച്ചു കൊടുക്ക എല്ലാവർക്കും. ഉവാവു കാണിച്ചു കൊടുക്കും ഉണ്ണിമോള്. ഓ ചിരിയും ഇല്ല. ഗൈസ്, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ ആ പറഞ്ഞ സാധനം, ചട്ടിച്ചോറ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്കുക കേട്ടോ, ഞാൻ പോയി കഴിക്കട്ടെ. പോയി ഷട്ടി കാര്യാക്കല്ലേ, ഷട്ടി തിന്നല്ലേ. ഗൈസ്, അപ്പൊ ഞാൻ ഇനി പോയി പട്ടിച്ചോറന്ന് ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ ചോറ് കഴിച്ചോണ്ടിരിക്കാം. അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചരുത് കണ്ടോ. ചോറ് വേണോ? അയ്യോ. അപ്പൊ എന്റെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കാൻ ഉണ്ണിയുടെ താഴെ വരെ പോയേക്കോട്ടെ മെഡിസിൻ വാങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ സമയം ഒരു 3-3:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ്. അപ്പം എണീറ്റ് കുറച്ചു മുമ്പ് ഉണ്ണിമോളെ കൊണ്ടുപോയി. അവളെ കയ്യിൽ കുത്തിയിരുന്നെന്ന് വെച്ചാൽ നീഡിലിട്ടിരുന്ന കൈ അവളെ കുത്തി എണീക്കാൻ തുടങ്ങി. അതുകൊണ്ട് നീഡിൽ മരുന്ന് കയറ്റാൻ പറ്റാൻ നീഡിൽ മാറിപ്പോയി. അപ്പം നീഡിൽ മാറ്റണമെന്ന് പറഞ്ഞ് അപ്പുറത്തെ കയ്യിലോട്ട് കുത്താന്ന് പറഞ്ഞ് അപ്പുറത്തെ കൈ കുത്തി. പക്ഷേ അവൾ ആ കുത്തിയിരുന്ന കയ്യിൽ, അവള് ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് നീഡിൽ ഇട്ടിരുന്നത്. ആ ലെഫ്റ്റ് കൈ നീരായി, ലെഫ്റ്റ് ഹാൻഡ് നീരായിട്ട് ഇപ്പൊ റൈറ്റിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ കൈയിലാണ് കുത്തിയിരുന്നത്. അപ്പൊ ഈ കൈ നീരായി. ഇവിടെ നീര് മാറാൻ വേണ്ടിയിട്ട് മരുന്നോ എന്തോ ഡെറ്റോൾ പോലത്തെ സാധനം വെച്ച് കെട്ടി വെച്ചേക്കുക. അപ്പൊ കുഞ്ഞിന്റെ അപ്പുറത്തെ കൈയിലോട്ട് കുത്തിയിട്ടുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് സത്യത്തിൽ നരമ്പ് കിട്ടത്തില്ല കുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ആ കരച്ചിലിനെത്തി കിടന്ന് ഉറങ്ങുവാണ്. സത്യത്തിൽ എന്റെ കുഞ്ഞ് 2-3 ദിവസം കൊണ്ട് അവളെ അനുഭവിക്കുക. ഇങ്ങനെ മാറി ഇഞ്ചക്ഷനും നീഡിലും മാറ്റി 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 അസുഖവും വന്ന് മൊത്തത്തിൽ എന്റെ കുഞ്ഞ് അത് കഷ്ടകാലമാണ്. 2-3 ദിവസം കൊണ്ട് എന്റെ കുഞ്ഞ് കിടന്ന് അനുഭവിക്കുക. വലിയ കഴിപ്പില്ല, കുറുക്ക് കുടിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, കഞ്ഞി കുടിക്കുന്നില്ല, ഒന്നുമില്ല. ഫീഡ് ചെയ്യുന്നതും അവൾ നേരത്തെ നല്ല സക്ക് ചെയ്ത് കുടിക്കുക, ഇപ്പൊ സക്ക് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. ആളൊക്കെ ക്ഷീണിച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് 7.5 ഉള്ളായിരുന്നു. ഓൾറെഡി ഒക്കെ വെയിറ്റ് കുറവായിരുന്നു. അപ്പം അതിപ്പം
7 കിലോ അടുപ്പിച്ചേ ഉള്ളൂ. 7 കിലോ ഇല്ല, 6 അത്ര 6.5 2-3 ദിവസം കൊണ്ട് അത്രയും വെയിറ്റും കുറഞ്ഞു. പിന്നെ ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് മാണ്ടുപോയി. അപ്പൊ ഗൈസ്, ഞാൻ ഫാർമസിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറണം. അതിന് മുമ്പ് നമുക്കൊരു ആളെ കണ്ടിട്ട് വരാം. അച്ഛനും മോളും കൂടെ കിടന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തോ അത് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും പറച്ചിലാണ് അച്ഛനും മോളും കൂടെ. ഉണ്ണിമോള് മാപ്പ് നോക്കുവാണോ? അയ്യോ, ആ മെഡിസിൻ കൊടുത്തതിന്റെ ഊർജ്ജമാട്ടോ. ഒരു 3 മണിക്കൂറത്തേക്ക് ഇനി ഒരു ഊർജ്ജം കാണാം. അത് കഴിയുമ്പോ ഉണ്ണിമോള് വീണ്ടും ഞാനും കൊച്ചിലേക്ക്